മതിയടി ഒരുങ്ങിയത്. കല്യാണത്തിനൊന്നല്ലല്ലോ പോകുന്നത്, ഓഫീസിലേക്കല്ലേ. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാ. നമ്മുടെ ഒരു മേക്കപ്പ്, ഒരു ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതൊരു കോൺഫിഡൻസ് തന്നെയാ. ഞാൻ എന്താണേലും പോയിട്ട് വരട്ടെ. കഴിക്കാനുള്ള ഫുഡും മരുന്നും ഞാൻ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കണേ. എന്താ ഏട്ടാ, മരുന്നും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ചായ എടുക്കാം കേട്ടോ. നീ ആരെ കൂടാണ് ഇപ്പൊ വണ്ടിമേൽ ഇറങ്ങി വന്നത്? കൊറേ പേരെ എന്നോട് ഇത് പറഞ്ഞതാ, ഞാനതൊന്നും വിശ്വസിച്ചില്ലേനു. കണ്ടവന്മാരെ കൂടെ വണ്ടിമേൽ വന്ന് ഇറങ്ങാൻ നാണല്ലടി നിനക്ക്? നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? നിങ്ങളിപ്പോ എന്നോട് എന്താ പറഞ്ഞേ? നീ പോ, എന്റെ മുന്നിന്ന് പോ. ഹലോ. എടാ അജീറ, നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ നിരഞ്ജന, നിന്റെ കൂടെ പഠിച്ചേ. ആടി പറയടി. എങ്ങനെ, എന്താ വിശേഷം? സുഖല്ലേ? സുഖമായിട്ട് പോകുന്നു. പിന്നെടാ ഞാൻ വിളിച്ചതേ, പിന്നെ ഞങ്ങളുടെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ലാവണ്യ നിന്റെ വൈഫാണ് അല്ലേ? ഇത് ഞാൻ ഇന്നാ അറിഞ്ഞത്. എടാ നീ ശരിക്കും ഭാഗ്യവാനാടാ. നിന്റെ ഇത്രയും വലിയ പ്രശ്നങ്ങൾക്കിടയിലും ഒരു നേല് പോലെ അവള് കൂടെ ഉണ്ടാവും എന്നുള്ളത് അവളുടെ ഓരോ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ദൈവം നിനക്ക് ഇങ്ങനെ ഒരു വിധി തന്നെങ്കിലും അതൊക്കെ മറക്കാൻ നിന്നെ എത്രയേറെ സ്നേഹിക്കുന്ന ഒരു വൈഫിനെ തന്നില്ലേ? എന്നാ ശരിയടാ, നമുക്ക് നേരിട്ട് കാണാം. ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. എടി, നീ എന്നോടൊന്ന് ക്ഷമിക്കടി. എന്നെപ്പോലെ അങ്ങനെ വീൽ ചെയറിൽ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയ ആൾക്കാർക്ക് തോന്നിയൊരു നഷ്ട വികാരം ഈ സംശയം. എടി, നീ എന്നോട് ശരിക്കും ഒന്ന് ക്ഷമിക്കടി. ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ.